വാർത്തയിലേക്ക് വിശദമായി. ടാർഗറ്റിന്റെ പേരിൽ തൊഴിൽ ചൂഷണം. കലൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലാണ് ക്രൂരമായ പീഡനം നടക്കുന്നത്. നിശ്ചിത ടാർഗറ്റ് പൂർത്തീകരിക്കാത്തതിന്റെ പേരിലാണ് മാനേജ്മെന്റിന്റെ പീഡനം. കഴുത്തിൽ ബെൽറ്റിട്ട് നായ്ക്കളെ പോലെ മുട്ടുകാലിൽ തൊഴിലാളികളെ നടത്തി. തൊഴിൽ പീഡനം നടത്തിയ കലൂരിലെ സ്ഥാപനത്തിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തി. മനാഫില്ല കഴിച്ചിലേക്ക് കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലാണ് വലിയ രീതിയിൽ അവിടെയുള്ള ജീവനക്കാർക്ക് നേരെ വലിയ രീതിയിലുള്ള തൊഴിൽ പീഡനം നടന്നിരിക്കുന്നതായിട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. അവരെ കൊച്ചിയിലെ ഈ സ്വകാര്യ സ്ഥാപനം അവിടെ നിന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വിവിധ ഫ്രാഞ്ചൈസികളുണ്ട്. ഈ ഫ്രാഞ്ചൈസികളിലൊന്നിലാണ് ഈ രീതിയിലേക്ക് അവരുടെ ജീവനക്കാരെ ടാർഗറ്റ് തികയ്ക്കാത്തതിൻ്റെ പേരിൽ ഈ രീതിയിൽ പീഡിപ്പിച്ചിരിക്കുന്നത്. അവരെ കഴുത്തിൽ ബെൽറ്റ് മുറുക്കി അവരെ ആ മുറിയിലൂടെ അവർ താമസിക്കുന്ന ഇടങ്ങളിലൂടെ തന്നെ നടത്തിക്കുക. ഒപ്പം തന്നെയും താഴെ കിടക്കുന്ന നാണയം അവരെ കൊണ്ട് നാക്കുകൊണ്ട് എടുപ്പിക്കുക. മോശമായ ഈ പഴങ്ങൾ അതെല്ലാം താഴേക്കിട്ടിട്ട് അത് അവരെ കൊണ്ട് കടിച്ചെടുപ്പിക്കുക. ഇങ്ങനെ സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിൽ അടക്കമുള്ള ഹീനമായ രീതിയിലുള്ള പീഡനങ്ങളാണ് ഇവർക്ക് ഈ ജീവനക്കാർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവരുടെ പാലാരിവട്ടത്തുള്ള ഇവിടെ കലൂരിലുള്ള അവരുടെ ഈ ഫ്രാഞ്ചൈസി ഹെഡ് ഓഫീസിൽ ഇപ്പോൾ വിവിധ പ്രതിഷേധങ്ങളടക്കമുള്ള കാര്യങ്ങൾ നടന്നു. പോലീസിൻ്റെ പരിശോധന ഇവിടങ്ങളിലുണ്ടായിരുന്നവർ പറയുന്ന ഒരു കാര്യം, തങ്ങൾക്ക് ഇതുമായി നേരിട്ട ബന്ധമില്ല എന്നാണ് അവരുടെ ഈ ഫ്രാഞ്ചൈസി നൽകുന്ന സ്ഥാപനം പറയുന്നത്. കാരണം ഇവരിൽ നിന്ന് നിരവധിയായ കമ്പനികൾ ഫ്രാഞ്ചൈസികൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഫ്രാഞ്ചൈസി സ്ഥാപനത്തിലാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അതുമായിട്ട് തങ്ങൾക്ക് നേരിട്ട ബന്ധമില്ല എന്നതാണ് ഇപ്പോൾ ഈ കമ്പനി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ ഈ കമ്പനി നിലനിൽക്കുന്നത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ്. പാലാരിവട്ടം പോലീസ് പറയുന്നത് ഇതുപോലൊരു പരാതി തങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ടില്ല എന്നാണ് പാലാരിവട്ടം പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയും ചെയ്യുന്നത്. എന്നാൽ ഈ രീതിയിലുള്ള പീഡനത്തിന് ഇരയായവരുടേതടക്കമുള്ള പരാതികൾ അവർ മാധ്യമങ്ങളിലടക്കം അവർ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. തൊഴിൽ വകുപ്പ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഒപ്പം തന്നെയും വിവിധ യുവജന സംഘടനകൾ പ്രതിഷേധവുമായിട്ട് എത്തിയിട്ടുണ്ട്. ഈ രീതിയിലുള്ളൊരു പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ, തൊഴിൽ പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ കൃത്യമായ വസ്തുതകളടക്കം പുറത്ത് വരേണ്ടതുണ്ട്. അതുകൊണ്ട് അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. ഏതായാലും ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നു. ഇത് ഏത് സമയത്താണ് ഇത് ചിത്രീകരിച്ചിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കുറേ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് പോലീസ് പറയുന്നു. അതോടൊപ്പം ഈ ഫ്രാഞ്ചൈസി ഉടമ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. ഈ ഫ്രാഞ്ചൈസി ഉടമയ്ക്കെതിരെ നേരത്തെയും അവിടുത്തെ വനിതാ ജീവനക്കാർ നൽകിയ പരാതിയുണ്ട്. തൊഴിൽ ചൂഷണം സംബന്ധിച്ചുള്ള പരാതി തന്നെയാണ്. ആ പരാതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇപ്പോൾ അയാൾ ജാമ്യത്തിൽ പുറത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ ഫ്രാഞ്ചൈസിയുടേതായ ഈ ചെയ്തികളിൽ ഏതായാലും അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. നിലവിൽ തൊഴിൽ വകുപ്പിൻ്റെതടക്കമുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ യുവാക്കളിൽ നിന്നടക്കം മൊഴി രേഖപ്പെടുത്തുക, അവരോട് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുവാൻ എല്ലാം തന്നെയും അവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്യാമറാമാൻ ശ്യാംലാലിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18 കൊച്ചി.